ഒരു ബോഡിയെ ചാർജ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് കണ്ടക്ഷൻ. എങ്ങനെ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി ഒരു ന്യൂട്രൽ ബോഡിയെ ചാർജ് ഉള്ള ബോഡിയാക്കി മാറ്റാം, ആ ഒരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കണ്ടക്ഷൻ? ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ചാർജഡ് ബോഡി ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രോസസ്സാണ് ചാർജിങ് ഓഫ് എ ബോഡി ബൈ കണ്ടക്ഷൻ. നമ്മുടെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്ഫിയർ. ഞാനതിന് എ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എ എന്ന് പറയുന്ന ഒരു സ്ഫിയർ ഉണ്ട്, അത് ന്യൂട്രലാണ്. അതിൻ്റെ ഉള്ളിൽ എക്സസ് ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. എക്സസ് ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചാർജുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുകൾ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പുതിയതായി എക്സസ് ആയിട്ട് പ്രത്യേകിച്ച് ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. അതൊരു ന്യൂട്രൽ ബോഡിയാണ്. ഈ ഒരു സ്ഫിയറിനെയാണ് നമുക്ക് കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി ചാർജ് ഉള്ളതാക്കി മാറ്റേണ്ടത്. അതിനുവേണ്ടി ന്യൂട്രൽ ബോഡിയെ ഞാനൊരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ന്യൂട്രൽ ബോഡിയെ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്? നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം, ഈ ഒരു സ്ഫെറിക്കൽ ബോഡിയെ ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് ആ ബോഡിയെ തൊടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ആ ചാർജർ ബോഡിക്ക് എർത്തുമായൊരു കോണ്ടാക്റ്റ് വരികയോ ചെയ്താൽ അതിന് കിട്ടിയ എല്ലാ ചാർജുകളും ലീക്കായി പോകും. വീണ്ടും അതെന്തായിട്ട് മാറും? ഒരു ന്യൂട്രൽ ബോഡിയായി മാറും. അങ്ങനെ കിട്ടിയ ചാർജുകൾ ഒന്നും നഷ്ടപ്പെടാതെ എർത്തിലേക്കോ ഹ്യൂമൻ ബോഡിയിലേക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ന്യൂട്രൽ ബോഡിയെ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്. ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകൾ ഒന്നും തന്നെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്ത മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡ്, അതാണ് ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്. ഒരു ന്യൂട്രൽ ബോഡിയെ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിൽ നമ്മൾ വെച്ചിരിക്കുന്നു. ഇനി ഈ ബോഡിയെ ചാർജ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? വേറൊരു ചാർജർ ബോഡി ഉണ്ടായിരിക്കണം. ഇതാണ് ഫ്രിക്ഷനും കണ്ടക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഫ്രിക്ഷനിൽ നമ്മുടെ കയ്യിലുള്ള രണ്ട് ബോഡികളും ന്യൂട്രലായിരുന്നു, ചാർജുള്ള ബോഡികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചാർജർ ബോഡി ഉണ്ട്. ആ ചാർജർ ബോഡി എന്ത് ചെയ്യണം? ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡിയുമായി ഫിസിക്കൽ കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകും, ചാർജ് ഇല്ലാത്ത ബോഡിക്ക് ചാർജ് കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പോസിറ്റീവ്ലി ചാർജഡ് റോഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചാർജുകൾ രണ്ടാമത്തെ ബോഡിയിലേക്ക്, അതായത് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യും. പോസിറ്റീവ് ചാർജുകളായിരിക്കും ഫ്ലോ ചെയ്യുക. അതായത് ഈ ബോഡി ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയായി മാറും. ഇനി എത്രത്തോളം വരെ രണ്ടാമത്തെ ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകും? നമ്മളൊരു പക്ഷേ വിചാരിക്കും ഈ ബോഡിയിലെ എല്ലാ ചാർജുകളും രണ്ടാമത്തെ ബോഡിക്ക് കിട്ടും. അങ്ങനെയല്ല. ഈ ബോഡിയുടെ ചാർജ് Q ആണെന്ന് വിചാരിക്കും. അതായത് ആദ്യത്തെ ചാർജഡ് ബോഡി, പോസിറ്റീവ്ലി ചാർജഡ് റോഡിൻ്റെ ചാർജ് Q ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ കേസിൽ എ എന്ന് പറയുന്ന ബോഡിയുടെ ചാർജ് 0 ആണ്. എത്രത്തോളം സമയം വരെ ആദ്യത്തെ ബോഡിയിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയിലേക്ക് ചാർജ് ഒഴുകും? രണ്ട് ബോഡിയിലെയും ചാർജുകൾ ഈക്വൽ ആകുന്നത് വരെ മാത്രമേ ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകുകയുള്ളൂ. അതായത് ആദ്യത്തെ ബോഡിയുടെ ചാർജ് Q/2 രണ്ടാമത്തെ ബോഡിയുടെ ചാർജ് Q/2 ആകുന്നത് വരെ മാത്രമേ ആദ്യത്തെ ബോഡിയിൽ നിന്ന് രണ്ടാമത്തെ ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകുകയുള്ളൂ. അതായത് മൊത്തം ചാർജും, ആദ്യത്തെ ചാർജഡ് ബോഡിയുടെ മുഴുവൻ ചാർജും രണ്ടാമത്തെ ന്യൂട്രൽ ബോഡിക്ക് കിട്ടുകയില്ല. ഇതിൻ്റെ പകുതി ചാർജ്, അതായത് രണ്ട് ബോഡികളിലെയും ഫിസിക്കലി കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന രണ്ട് ബോഡികളിലെയും ചാർജുകൾ തുല്യമാകുന്നത് വരെ മാത്രമേ ഒരു ബോഡിയിൽ നിന്ന് മറ്റുള്ള ബോഡിയിലേക്ക്, രണ്ടാമത്തെ ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകുകയുള്ളൂ. അതായത് ചാർജുള്ള ഒരു ബോഡിയുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് കാരണം ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ നമുക്ക് ചാർജ് ഉള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡിന് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ.
charging a body with actual contact of another charged body. There is a physical contact between the charged body and the neutral body, and the method is called charging by conduction. ഫ്രിക്ഷനിൽ രണ്ട് ബോഡികളും ന്യൂട്രൽ ആയിരുന്നു, പക്ഷേ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ബോഡിക്ക് ചാർജ് ഇല്ലായിരുന്നു. ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജുകൾ ഒഴുകും. ഏത് സമയം വരെ ഒഴുകും? രണ്ട് ബോഡികളിലെയും ചാർജ് തുല്യമാകുന്നത് വരെ മാത്രമേ ഒഴുകുകയുള്ളൂ.